അസ്സലാമു അലൈക്കും. ജൂൺ 26 ഇന്റർനാഷണൽ ആന്റി ഡ്രഗ് ഡേ ആയി എല്ലാ വർഷവും ആചരിക്കുന്നു. 1987 യുണൈറ്റഡ് നേഷൻ ആണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചത്. ലഹരിയുടെ സ്വാധീനം എത്രത്തോളം വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ദിവസം സഹായിക്കുന്നുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം, പ്രതിരോധം എന്നീ പ്രവർത്തനങ്ങൾ ഈ ദിവസം നേതൃത്വം നൽകുന്നുണ്ട്. ഈ വർഷം ലഹരി വിരുദ്ധ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. 2025 പ്രമേയം ബ്രേക്ക് ദി സൈക്കിൾ എന്നതാണ്. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ശിക്ഷിക്കുകയല്ല, മറിച്ച് അവർക്ക് ലഹരിയിൽ നിന്ന് കയറി വരാനുള്ള കൈത്താങ് നൽകുക എന്നതോടെയാണ് ഈ വർഷം പ്രവർത്തിക്കുന്നത്. യുവമനസ്സുകൾ എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷം വരുത്തുന്ന വസ്തുക്കൾ പരീക്ഷിക്കാൻ നാം പലപ്പോഴും സമപ്രായക്കാരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ജിജ്ഞാസ എന്നിവയാൽ പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ മയക്കുമരുന്ന് ദുരുപയോഗ ആസക്തി ആരോഗ്യ പ്രശ്നങ്ങൾ, മരണം വരെ നയിച്ചേക്കാമെന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മയക്കുമരുന്നുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ സമൂഹത്തോടും ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ഇത് ഇന്ന് പറയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയും. നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന സ്പോർട്സ്, ഹോബികൾ, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുക. നമ്മളാരെങ്കിലുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ വിശ്വസ്തരായ മുതിർന്നവരിൽ നിന്നോ കൗൺസിലർമാരിൽ നിന്നോ സഹായം തേടുക. ലോകമെമ്പാടും നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉപയോഗം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സഹകരണവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 300 കോടിയിലധികം ആളുകൾ ലോകത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 15 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ സമൂഹത്തിന്റെ കഞ്ചാവിന്റെ ഉപയോഗം 25% വർദ്ധിച്ചു. ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ജീവിക്കാൻ തീരുമാനിക്കൂ. ശക്തനാകാൻ തീരുമാനിക്കൂ. നിങ്ങളുടെ ജീവിതം മികച്ചതാക്കൂ. കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് ഇല്ല എന്ന് പറയുക. മയക്കുമരുന്നിൽ നിന്ന് മുക്തരാകാനും ബുദ്ധിമുട്ടുന്നവരെ പിന്തുണയ്ക്കാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമുക്കൊരുമിച്ച് നമുക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി ആരോഗ്യപരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. നന്ദി.